Okay, so finally Poco F3 GT ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. കിടിലൻ ഫോണാണ്, നല്ല സ്പെസിഫിക്കേഷൻസ് ആണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഒരു പ്രോ ഗെയിമിംഗ് ഫോണാണ് Poco F3 GT. കുറേ ഗെയിമിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല കോമ്പറ്റേറ്റീവ്, നല്ല എഗ്രസീവ് പ്രൈസിങ്ങിലാണ് പോക്കോ ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ഫോണാണ് Poco F3 GT. ഈ ഫോണിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ഇതിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഈ Poco F3 GT ബേസിക്കലി റെഡ്മി K40 ഗെയിമിംഗ് എഡീഷൻ്റെ ഒരു റീബ്രാൻഡാണ്, എക്സാക്ട് റീബ്രാൻഡാണ്. എല്ലാ സ്പെസിഫിക്കേഷൻസും ബിൽഡും ബാക്ക് അവർക്ക് എക്സാക്ട്ലി സെയിം ആണ്. ഈ ഫോണിൻ്റെ ഡിസൈൻ നല്ല പ്രീമിയം ഇംപ്രസീവ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. അത്യാവശ്യം തിൻ ഫോണാണ്, 8.3 mm തിക്നെസ് ആണ് വരുന്നത്. സോ വലിയൊരു ബാറ്ററി ഉണ്ടായിട്ടും നല്ല തിൻ ഫോണാക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. പിന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ഗെയിമിംഗ് ഫോണാണ്. സോ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിൽ കുറേ ഗെയിമിംഗ് ഫോൺസിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ RGB ഒക്കെ ഉണ്ട്. അത്രയും ഭയങ്കരമായ RGB സെറ്റപ്പ് ഇല്ല, സ്റ്റിൽ കുഴപ്പമില്ല, നല്ലതാണ്. നമ്മുടെ ഒരു ക്യാമറ മോഡലിന് ചുറ്റും RGB ലൈറ്റിംഗ്, തിൻ RGB ലൈറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു കർവ് ഉണ്ടല്ലോ, ആ കർവിലൊക്കെ ഒരുപാട് വർക്ക് ഇവർ ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള ഷേപ്പൊക്കെയാണ്. ഈ ബെവലൊക്കെ നല്ല വേറെ പ്രത്യേക രീതിയിലുള്ള ബെവൽ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഹോൾഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം നമ്മൾ ഇപ്പോൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ഹോൾഡ് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി സൈഡിലും എഡ്ജിലൊക്കെ നല്ല കർവ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ലൊരു യുണീക്ക് ഫീച്ചറാണ്. തീർച്ചയായിട്ടും പോക്കോ ഇതിനെ സ്ലിപ്പ് സ്ട്രീം ഡിസൈൻ എന്നാണ് വിളിക്കുന്നത്. GT സ്വിച്ചിൻ്റെ ഫീച്ചർ വന്നിട്ടുണ്ട്. സോ മേളിലൊരു സ്ലൈഡർ ഉണ്ട്. സ്ലൈഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ GT മോഡിലേക്ക് പോകും, അതായത് ഗെയിമിംഗ് മോഡിലേക്ക് പോകും. അതിനോടൊപ്പം തന്നെ മാഗ്ലാബ് ട്രിഗേഴ്സ് വന്നിട്ടുണ്ട്. സോ മാഗ്നറ്റിക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ട്രിഗറാണ് മാഗ്ലാബ് ട്രിഗേഴ്സ്. തീർച്ചയായിട്ടും നമ്മളത് യൂസ് ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. സോ ഇപ്പം നമുക്ക് ഈ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയൂ. നമ്മളത് കയ്യിലെടുത്ത് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് മനസ്സിലാവുന്നത്. സോ സ്റ്റിൽ നമുക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം, അത് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അതിനോടൊപ്പം തന്നെ IR ബ്ലാസ്റ്റർ ഫീച്ചർ വരുന്നുണ്ട്. നോർമലി പോക്കോ ഷോമി ഫോൺസിൽ IR ബ്ലാസ്റ്റർ ഫീച്ചേഴ്സ് വരാറുണ്ട്, ഇതിലും വന്നിട്ടുണ്ട്. IP53 റേറ്റിംഗും വരുന്നുണ്ട്. ഇപ്പോൾ നോർമലി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലും നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് കിട്ടുന്നത്. പക്ഷേ പോക്കോ F3 GTയിൽ മെറ്റാലിക് ഫ്രെയിം, അലൂമിനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. സോ കുറച്ചും കൂടി സ്ട്രോങ് ബിൽഡാണ് ഈ ഫോണിന്. ദാറ്റ്സ് റിയലി ഗുഡ്. 2 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്, പ്രിഡേറ്റർ ബ്ലാക്ക് ആൻഡ് ഗൺ മെറ്റൽ സിൽവർ. 6.67 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പോക്കോ പറയുന്നതനുസരിച്ച് ഇതൊരു ടർബോ AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. HDR10+ൻ്റെ ഫീച്ചർ ഉണ്ട്. 480 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട്. സോ ഞാൻ ഇതുവരെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് ആണ് കണ്ടത്. നമ്മുടെ iQOO 7 ഉണ്ടായിരുന്നു. ഇപ്പം ഇതിൽ 480 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് വന്നിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് ടച്ച് സാമ്പിളിംഗ് ആണ്. സോ നല്ലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടും. ടച്ച് സാമ്പിളിംഗ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടച്ച് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ, കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് ആണ്. സോ 480 ഹെർട്സ് എന്ന് പറയുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് റെസ്പോൺസ് ആയിരിക്കും. ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. സോ 1 ബില്യൺ കളേഴ്സ് കാണിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 100% DCI-P3 വൈറ്റ് കളർ ഗ്യാമറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ DC ഡിമ്മിങ്ങിൻ്റെ ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പെർഫോമൻസിൻ്റെ കാറ്റഗറി നോക്കാം. സോ ഈ ഒരു ഫോണിൽ MediaTekൻ്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയ MediaTek Dimensity 1200 ചിപ്സെറ്റ് ആണ് വരുന്നത്. നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി Oppo Reno 6 Proയിൽ കണ്ട ഒരു ചിപ്സെറ്റാണ് ഈ 1200 ചിപ്സെറ്റ്. നല്ല പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ്. പിന്നെ ഓരോ ഫോൺ ബ്രാൻഡുകൾ എങ്ങനെയാണ് ആ ഒരു ചിപ്പ് ഓപ്റ്റിമൈസ് ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ ഫോണിൽ മിക്കവാറും ഗെയിമിംഗ് ആയിരിക്കും മെയിൻ പ്രയോറിറ്റി, കാരണം ഇതൊരു ഗെയിമിംഗ് ഫോണാണ്. അതിനോടൊപ്പം തന്നെ വേപ്പർ ചേംബർ കൂളിങ്ങും വരുന്നുണ്ട്. സോ നല്ല വലിയൊരു വേപ്പർ കൂളിംഗ് ചേംബറും കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഫോൺ ഹീറ്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കൂൾ ഡൗൺ ആവും. Dimensity 1200 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് ആണ്. 6 നാനോമീറ്റർ ഒക്ടാകോർ ചിപ്സെറ്റ് ആണ്. 3.0 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. ഈ ഫോൺ 3 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 6GB 128GB, 8GB 128GB, പിന്നെ 8GB 256GB. Dimensity 1200 ചിപ്സെറ്റ് LPDDR5 RAM സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ LPDDR4X RAM ആണ്. പക്ഷേ UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ വൈഫൈ ഗെയിമിംഗ് ആൻറ്റിന വരുന്നുണ്ട്. സോ ഗെയിമിംഗ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേകം ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ഗെയിമിംഗ് ഫോണാണ്, സോ അതുകൊണ്ട് കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ ട്രിപ്പിൾ മൈക്ക് സെറ്റപ്പ് ആണ് വരുന്നത്. സോ നോർമലി നമുക്ക് മെയിൻ മൈക്ക് കാണും, പിന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഇവിടെ
ഈ സൈഡിലും ഒരു മൈക്ക് വരുന്നുണ്ട്. 64 മെഗാ പിക്സലിന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. സോ 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, ഫൈനലി 2 മെഗാ പിക്സലിൻ്റെ മാക്രോ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ലെൻസിൽ ED ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ലോ ഡിസ്പെർഷൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയാണ് പോക്കോ പറയുന്നത്. സോ ഒരുപാട് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര റിഫ്ലക്ഷൻ നടക്കില്ല. അതാണ് ബേസിക്കലി പോക്കോ പറഞ്ഞിട്ടുള്ളത്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഫോണിൽ 5065 mAh ബാറ്ററിയാണ് വരുന്നത്. സോ അത്യാവശ്യം വലിയ ബാറ്ററിയാണ്, നോ ഇഷ്യൂസ്. അങ്ങനെ ബാറ്ററി ബാക്കപ്പ് ഇഷ്യൂ വരാൻ ചാൻസ് കുറവാണ്. അതിനോടൊപ്പം തന്നെ 67 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ടാവും പക്ഷേ ബോക്സിൽ ഉണ്ടാവില്ല. പക്ഷേ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ബോക്സിൽ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. പോക്കോ പറയുന്നതനുസരിച്ച് 0 to 50% നമുക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. സോ പകുതി ബാറ്ററി നമുക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൻ്റെ ചാർജിങ് കേബിളിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ L ഷേപ്ഡ് ചാർജിങ് കേബിളാണ്. പിന്നെ പോക്കോൻ്റെ യെല്ലോ കളറിലൊക്കെയാണ് വരുന്നത്. L ഷേപ്ഡ് ചാർജിങ് കേബിൾ നല്ലതാണ്. നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കളിക്കുമ്പോൾ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ സ്ട്രെയിറ്റ് ചാർജിങ് കേബിൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലോ ഒക്കെ വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് L ഷേപ്ഡ് ആയതുകൊണ്ട് ഫോണിൻ്റെ സൈഡിലങ്ങ് ഇരുന്നോളും. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ ഫീച്ചർ ഉണ്ട്. പ്ലസ് ഹൈ റെസൊല്യൂഷൻ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ ഒരു ഫോൺ ഒരു ഗെയിമിംഗ് ഫോണാണ്. ഗെയിമിംഗ് ഫോൺ ആണെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കേണ്ടതാണ്. കാരണം ഈവൻ ഈ വർഷം ഇറങ്ങിയ എസൂസിൻ്റെ ROG ഫോണിൽ വരെ ഹെഡ്ഫോൺ ജാക്ക് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ROG 5 ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ വന്നിട്ടില്ല. സോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഡോങ്കിൾ യൂസ് ചെയ്യാം. അതായത് നമ്മുടെ USB Type-C to ഹെഡ്ഫോൺ ജാക്ക് ഡോങ്കിൾ അല്ലെങ്കിൽ USB Type-C കേബിൾ യൂസ് ചെയ്യാൻ പറ്റും. ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിരുന്നെങ്കിൽ, ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഫീച്ചർ കൊടുത്തിരുന്നെങ്കിൽ ഒരു പ്ലസ് പോയിന്റ്, വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. ഫോണിലുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഗെയിമിംഗ് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ട്രിഗേഴ്സ് വരുന്നുണ്ട്. 2 സൈഡിലും ഷോൾഡർ ബട്ടൺസ് ട്രിഗേഴ്സ് വരുന്നുണ്ട്. മാഗ്ലേവ് ട്രിഗേഴ്സ് ആണ്. അതിനോടൊപ്പം തന്നെ GT സ്വിച്ച് ഉണ്ട്. സോ ആ സ്വിച്ച് നിങ്ങൾ എനേബിൾ ചെയ്യുമ്പോൾ ഫോൺ GT മോഡിലേക്ക് പോകും. GT മോഡിലേക്ക് പോകുമ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗെയിം സ്പേസിൻ്റെ ഓപ്ഷൻ ആക്ടിവേറ്റ് ആവും. സോ കുറേ സംഭവങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബാറ്ററി സെറ്റിംഗ്, സേവ് പവർ, ബാലൻസ്ഡ്, ഹൈ ക്വാളിറ്റി, അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻ ഗെയിമിൽ കുറേ ഫീച്ചേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് കളർ കോമ്പിനേഷൻ, റെസൊല്യൂഷൻ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഒറിജിനൽ, മോഡറേറ്റ്, സ്ട്രോങ്, എക്സ്ട്രീം കുറേ സംഭവങ്ങളുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിങ് ആൻഡ് അവൈലബിലിറ്റി നോക്കാം. പ്രൈസിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും പോക്കോ ചെറിയൊരു ഇന്നോവേഷനെ കൊണ്ടുവന്നിട്ടുണ്ട്. റിവേഴ്സ് പ്രൈസിങ് മെത്തഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആക്ച്വൽ പ്രൈസ് നോക്കാം. സോ 6GB 128GB പ്രൈസ് ആണ് 26,999. 8GB 128GB പ്രൈസ് ആണ് 28,999. 8GB 256GB പ്രൈസ് ആണ് 30,999. പോക്കോ മെൻഷൻ ചെയ്ത മാഡ് റിവേഴ്സ് പ്രൈസിങ് ബേസിക്കലി ഏർലി ബേർഡ് ഓഫർ ആണ്. പക്ഷേ പ്രൈസ് ഗ്രാജുവലി ആണ് ഇൻക്രീസ് ആവുന്നത്. എന്ന് പറയുകയാണെങ്കിൽ ഫോണിൻ്റെ റിലീസിൻ്റെ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടും. അതായത് 6GB 128GB 25,999 ആയിരിക്കും. 8GB 128GB 27,999. 8GB 256GB നിങ്ങൾക്ക് 29,999 കിട്ടും. സെക്കൻഡ് വീക്കിൽ ഓർഡർ ചെയ്യുമ്പം കുറച്ചും കൂടി കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. 500 രൂപ അധികം കൊടുക്കേണ്ടി വരും. അതനുസരിച്ച് പ്രൈസ് മാറുന്നുണ്ട്. പിന്നെ വീക്ക് 3 തൊട്ട് ആക്ച്വൽ പ്രൈസിങ്ങിലേക്ക് പോകും. ഫ്ലിപ്കാർട്ടിൽ വരാൻ പോകുന്ന ബിഗ് സേവിങ്സ് ഡേ സെയിൽ ഉണ്ടല്ലോ, ആ സെയിലിൽ ലോഞ്ച് ആവുന്ന ഒരു ഫോണായിരിക്കും പോക്കോ F3 GT. അതുകൊണ്ട് തന്നെ ICICI ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വെച്ച് നമുക്ക് ഫ്ലാറ്റ് 1,000 റുപ്പീസ് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. സോ നമ്മുടെ പ്രൈസ് ഇനിയും കുറയും. ഞാൻ ഇംപ്രസ്ഡ് ആണ്. നല്ലൊരു ഫോൺ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ഗെയിമിംഗ് ഫോണാണ്. ആ ഒരു ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഇല്ലായ്മ ഒരു സംഭവമാണ്. അത് നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറേ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.